ഭഗവാനെ രക്ഷിക്കണേ, എല്ലാവർക്കും നല്ലത് വരുത്തണേ, ആർക്കും ഒരാപത്തുണ്ടാകല്ലേ. ഇവിടുത്തെ അവസ്ഥ അങ്ങേക്ക് അറിയാമല്ലോ. അതുകൊണ്ട് എൻ്റെ മോക്ക് എത്രയും വേഗം നല്ലൊരു ജോലി ശരിയാകണേ. ഗായത്രി, എഴുന്നേൽക്ക്, സമയം ഒരുപാടായി. ഈശ്വര രക്ഷിക്കണേ. മോളെ, ദാണ്ടെ മേശപ്പുറത്ത് 100 രൂപ വെച്ചിട്ടുണ്ട്. അമ്മേ, ഞാൻ ഇറങ്ങുവാ. ദൈവമേ, ഇന്നും അവള് നടന്നാണല്ലോ വരുന്നത്. ചേട്ടാ, ചേട്ടാ, അയ്യോ എന്റെ കാലേ, എന്റെ കാലേ. നിങ്ങളിത് ഏത് കളിയാ വിളിക്കുന്നേ? അയ്യോ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. രാവിലെ തന്നെ അലറി വിളിച്ച് മനുഷ്യന്റെ ജീവൻ കളയാനായിട്ട്. അവൾ ഇന്നും പൈസ എടുക്കാതാ പോയത്. ഞാൻ ആ കാര്യം പറയാനായിട്ട് വന്നതാ. അതിന് നിനക്ക് എന്റെ ജീവൻ എടുക്കണം. അത് വിട് മനുഷ്യ. ഇവളിങ്ങനെ പിശുക്കാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യും? എടീ, അവൾ എന്റെ മോളാ. അവൾക്ക് എന്റെ പ്രയാസങ്ങൾ അറിയാം, അല്ലാതെ നിന്നെ പോലെ അല്ല കേട്ടോ. ആ ഒരു കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല. അവള് നിങ്ങളുടെ മകള് തന്നെ. അയ്യോ, ആ എച്ചിത്തരം മൊത്തം കയ്യിലുണ്ട്. രാവിലെ എന്റെ വായിലിരിക്കുന്നത് കേൾക്കാതെ നീ ഒന്ന് പോയേ. അവളെങ്കിലും ഇത്തിരി പിശുക്ക് കാണിക്കുന്നോണ്ടാ എനിക്ക് അത്രയും സമാധാനമുള്ളത്. അച്ഛന് വെച്ച് മോള് വെച്ച്. ഈശ്വര, എന്നാണോ ഈ കുടുംബം ഒന്ന് രക്ഷപ്പെടുന്നത്? നീ നോക്കിക്കോടി, നമ്മുടെ മോളെ ഒരു രാജകുമാരനായിരിക്കും കല്യാണം കഴിക്കാൻ പോകുന്നത്. നോക്കിയിരുന്ന ഇപ്പം വരും അങ്ങനെ രാജകുമാരൻ. കണ്ണുണ്ടല്ലോ, അത് നോക്കി റോഡിൽ നടക്കണം. അല്ലാതെ വായ നോക്കി നടന്ന് എങ്ങനെയൊക്കെ ഇരിക്കും? ഒരു 10 രൂപയല്ലേ ഉള്ളൂ, അത് ഫോട്ടോ നോക്ക്. ഓട്ടനോ? എന്റെ പൈസ കളഞ്ഞിട്ട് തന്നെ. 10 രൂപയ്ക്ക് വേണ്ടി താൻ എന്തിനാ ഇങ്ങനെ ചൂടാവുന്നത്? അതെ, തന്നെ പോലെ മാനത്ത് നോക്കി നടക്കുന്നവർക്ക് 10 രൂപ വലുതായിരിക്കത്തില്ല. എനിക്ക് 10 രൂപ വലുതാ. ശരി, ഇനി വഴക്ക് വേണ്ട. 10 രൂപ അല്ലേ, അത് ഞാൻ തരാം. എന്താ തരുന്നില്ലേ? ഓ, തന്നെ. അല്ല, താൻ എവിടെ കാണുമെന്ന് പറഞ്ഞാലേ ഞാൻ ആ പൈസ അവിടെ കൊണ്ടുവന്ന് തരാം. ഞാൻ ഹിമാലയത്തിൽ പോയി താൻ 10 രൂപ അങ്ങോട്ട് വരുമോ? തന്നോടൊക്കെ സംസാരിക്കാൻ നിന്നല്ലേ എനിക്ക് സമയത്തിന് ബസ് കിട്ടത്തില്ല. പോടോ. ഐ ആം സോറി. എന്റെ പേരെന്താ? ശകുന്തള. എന്ത് പറ്റി? മോനെ, നിന്നോട് പറഞ്ഞിട്ടില്ലേ ആരോടും പറയാതെ പുറത്തു പോകരുതെന്ന്? അമ്മ, അതിന് ഈ നാട്ടിൽ എനിക്ക് എന്ത് സംഭവിക്കാനാ? എടാ മോനെ, നീ അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരനല്ലേ. ഇവിടെ വന്ന് താമസിക്കുന്ന എന്തിനാന്ന് നിനക്ക് ഞാൻ പറയാതെ അറിയാവല്ലോ. അമ്മേ, എന്നെ ഈ നാട്ടിൽ അധികം ആൾക്കാർ അറിയത്തില്ല. അതുകൊണ്ട് അമ്മ ടെൻഷൻ വേണ്ട കേട്ടാ. ഓക്കെ, ഞാൻ റെഡി ആവട്ടെ. ഗോവിന്ദോ, എത്ര നേരമായിട്ട് ചായ ചോദിച്ചിട്ട്? ചേച്ചി ഒട്ടും മരുന്ന് കഴിച്ചു. ആ ഗോവിന്ദന്മാരെ എടുത്തു തന്നോ? എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്തുവാ? കുറച്ച് പൈസ കിട്ടിയേക്കൊള്ളായിരുന്നു.
എന്നാലല്ലേ സിദ്ധു 20 ലക്ഷം തന്നെ. ഒക്കെ ചെയ്യുന്ന നമ്മൾ ചൂടാവുമല്ലോ. അത് ബിസിനസ് ഒന്നും ചെയ്ത് ശരിയായില്ല ചേച്ചി. ആ നീ ചെല്ല്, ഞാൻ പറയാം അവനോട്. ശരി ചേച്ചി, ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട്, ഇത്രയും പണം ഉണ്ടായിട്ട് ഈ പട്ടിക്കാട്ടി വന്നിട്ട് ഇത്രയും ചെറിയ വീട്ടിൽ എന്തിനാണ് ചേച്ചി താമസിക്കുന്നത്? അറിയേണ്ട കാര്യങ്ങൾ മാത്രം നീ തിരക്കിയാ മതി. അറിയോ അറിയാ ആരാ? സതീശനോ? വാ കയറി ഇരിക്കേ. ഞാൻ നിങ്ങളുടെ സർക്കാരെ സ്വീകരിക്കാൻ വന്നല്ല കേട്ടോ. എൻ്റെ കയ്യിൽ മേടിച്ച പൈസയും കൊണ്ടുവാ. ചിരിച്ചു കാണിക്കുന്നു അല്ലേ? ഒരു ചിരിക്കാതെ പൈസയും കൊണ്ട് തരാൻ സതീശ, ഞങ്ങള് സതീശൻ തന്നെ. സതീശ, ഇവിടുത്തെ അവസ്ഥകളൊക്കെ നിനക്കറിയാവല്ലോ. എങ്ങനെയൊക്കെയോ ഞങ്ങൾ കഴിഞ്ഞു പോകുന്നേ ഉള്ളൂ. ഞാൻ ഫ്രീ ആയിട്ടൊന്നുമല്ല ആർക്കും പൈസ തന്നത്. ഇപ്പൊ മാസം എത്രയെന്നറിയാവോ? ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല സതീശ, ഗായത്രിയുടെ പഠിത്തത്തിന് തന്നെ ഭയങ്കര ചെലവാ. അളിയ അതിനുള്ള വഴി ഇന്നാളിൽ ഞാൻ പറഞ്ഞല്ലയോ എൻ്റെ അളിയനെ കൊണ്ട് കെട്ടിക്കാൻ. അവൻ ഇച്ചിരി പ്രായം ഉണ്ടെന്നേ ഉള്ളല്ലോ, അത് കേക്കത്തി. അത് മാത്രല്ലല്ലോ സതീശ, അവനിത്തിരി ഗുണ്ടായസം കൂടി ഇല്ലേ? അതിനിപ്പോ എന്താ, ആണുങ്ങളായ ചെറിയ ഗുണ്ടായുസൊക്കെ വേണം. എന്നെ തന്നെ കണ്ടുപിടിക്കാം. എനിക്ക് ചെറിയ ഗുണ്ടായുസൊക്കെ ഉണ്ട്. എന്നാണ് നമ്മൾ കൊടുത്ത പൈസ തിരിച്ചു കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ തരത്തില്ല നീ അയച്ചുകള്. അതിനാണ് ഉദ്ദേശിച്ച് മാത്രമല്ലേ പറഞ്ഞു കേട്ടോ. ഒന്നും തോന്നല്ലേ ആർക്കും കേട്ടോ. സതീശ, നിന്റെ കാശ് എങ്ങനെങ്കിലും തരും. പക്ഷെ നീ പറഞ്ഞ കാര്യം നടക്കത്തില്ല. ഓ ആയിക്കോട്ടെ, കാശിന് ഗതിയില്ലാത്ത ഇവിടെ ആര് കെട്ടാനാ? ഓക്കെ ഇരുന്നവർ അറിയാ വരും രാജകുമാരൻ. നമ്മളൊന്ന് പറയുമ്പോ നമുക്ക് നമ്മളൊരു കാര്യം പറയുമ്പോ മോളിത് കേട്ടിട്ട് ഒന്നും വിഷമിക്കണ്ട. അമ്മാവൻ ഇനി ഇതും പറഞ്ഞു വരുമായിരിക്കൂ? അങ്ങനെ ഒരുത്തനെ കൊണ്ട് ഞങ്ങൾ നിന്നെ കെട്ടിക്കത്തില്ല. മോള് വിഷമിക്കണ്ട. മോൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ മോളെ കെട്ടിച്ച് വിടില്ല. അവന് കൊടുക്കാനുള്ള കാശ് ശരിയാവും. ദയവായിട്ട് അതിനുള്ള വഴി കാണിച്ചു തരും. അന്നൊരു അത്യാവശ്യം വന്നപ്പോ നിന്റെ സഹോദരനായതുകൊണ്ടാ പൈസ പലിശക്ക് വാങ്ങിയത്. സാവകാശം കിട്ടുമല്ലോ എന്ന് കരുതി. ഞാൻ അവന്റെ കൂടപ്പിറപ്പല്ലേ, അത് ഓർക്കാതല്ലേ അവൻ എന്നോട് ഈ കണക്കുകളെല്ലാം പറഞ്ഞത്. എങ്ങനെയെങ്കിലും നമുക്ക് അവന്റെ പൈസ തിരിച്ചു കൊടുക്കണം. ഇല്ലേ ഓരോന്ന് പറഞ്ഞ് ഇനിയും കയറി വരും. പാപം, അവർക്ക് നല്ല വിഷമമായി. അവളെ നല്ലൊരാളുടെ കയ്യിൽ പിടിച്ചേൽപ്പിച്ചിട്ട് വേണം ഒന്ന് സമാധാനമായിട്ടൊന്ന് ഉറങ്ങാൻ. ഗായത്രി, ഗായത്രി, എന്ത് പറ്റി നിനക്ക്? ഒന്നുമില്ല. അല്ല, നിനക്ക് എന്ത് പറ്റി? കുറെ നാളായി ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു വിഷമം പോലെ. വീട്ടിലെ അവസ്ഥ നിനക്ക് അറിയാവല്ലോ. ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ അച്ഛനും അമ്മയ്ക്ക് ഇതൊരു സഹായമായേനെ. അവർക്ക് ഞാനല്ലേ ഉള്ളു. നീ വിഷമിക്കണ്ട. എനിക്കറിയാവുന്ന ഒരു കമ്പനി ഉണ്ട്, ശർമ്മ അസോസിയേറ്റ്. അതിൻ്റെ ഒരു ഫ്രണ്ടിന്റെ കസിനാണ് നടത്തുന്നത്. അടുത്ത ആഴ്ച അദ്ദേഹത്തെ കാണാൻ പോകുന്നുണ്ട്. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. എനിക്കൊരു ജോലി കിട്ടാൻ ചാൻസ് ഉണ്ട്. ആണോ? അത്രയും വലിയൊരു മനുഷ്യനൊക്കെ നമുക്ക് കാണാൻ പറ്റുമോ? എന്ന് എനിക്കറിയില്ല. ഏതായാലും ഞാൻ കാണാൻ പോകും അദ്ദേഹത്തെ. ഞാൻ പോയാൽ നിന്നെയും കൂടെ ഹെൽപ്പ് ചെയ്യാം. അദ്ദേഹം ഈ നാട്ടിലുള്ള കാര്യം അങ്ങനെ ആർക്കും അറിയില്ല. എൻ്റെ കൂട്ടുകാരൻ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് അവിടെ ജോലി വാങ്ങി തരാമെന്ന്. അതൊക്കെ അദ്ദേഹത്തിന്റെ ഫോട്ടോ കാണിച്ചു തരാം. ഗായത്രി, ഉണ്ണി, ഞാൻ നാളെ കാണാവേ. ഞാൻ പോട്ടെ. അമ്മ മരുന്ന് ഗോവിന്ദ, സിദ്ധു ഇതുവരെ വന്നില്ലേ? ഇല്ലമ്മേ. പോയിതാ കഴിക്കാൻ എടുത്ത് വെക്ക്. അയ്യോ സാർ, ഭക്ഷണം റെഡിയായില്ല. ഇച്ചിരി വെയിറ്റ് ചെയ്താൽ ഞാൻ പെട്ടെന്ന് ശരിയാക്കും. വെയിറ്റ് ചെയ്യാൻ
അതിന് നീ എന്തോ മനമാറിക്കൂടെ ഇവിടെ? രാവിലെ അമ്മയങ്ങോട്ടെ ക്ഷേത്രത്തിൽ പോയായിരുന്നു അമ്മയുടെ. ശേഖര കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേ. നിനക്കെന്താ ഇത്ര തിരക്ക്? ചേച്ചിയോട് ഞാൻ പണ്ടേ പറഞ്ഞതാ ഇവരെ പറഞ്ഞിട്ട് വേറെ ആളെ വെക്കാൻ. മതി. ഗോവിന്ദ വർഷങ്ങളായിട്ട് ഇവിടെ ജോലിക്ക് നിൽക്കുന്നതാ. ഗോവിന്ദ പോയി ഫുഡ് റെഡിയാക്കും. ശരി. ഇവിടെ എന്റെ വാക്കിന് യാതൊരു വിലയില്ല. എല്ലാത്തിനും ഞാൻ ശരിയാക്കി തരുന്നു. ഹലോ, സുഖമാണോ സൗദാമിനമ്മേ? ജഗന്നാഥൻ. അതെ, ജഗന്നാഥൻ തന്നെ. എന്റെ ചേട്ടനെ കൊന്നിട്ട് അങ്ങനെ രക്ഷപ്പെടാമെന്ന് കരുതിയോ നിങ്ങള്? നിനക്ക് എന്താ വേണ്ടേ? അതെന്തു ചോദ്യാ സൗദാമിനമ്മേ? എനിക്കെന്താ വേണ്ടതെന്ന് നിങ്ങൾക്കറിയാം. സിദ്ധാർത്ഥ്, ദ വേൾഡ് ബിസിനസ്മാൻ സിദ്ധാർത്ഥ് ശർമ്മ. ജഗന്നാഥ, നിന്റെ ചേട്ടന്റെ അവസ്ഥ നിനക്ക് വരാതെ സൂക്ഷിച്ചോ? ഞാനല്ല സൗദാമിനമ്മേ സൂക്ഷിക്കേണ്ടത്, നിങ്ങളാ. ഞാൻ കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ച് മോനെയും കൊണ്ട് ആ പഴയ തറവാട്ടിൽ പോയി താമസിച്ചതിന് വലിയ ഗുണമൊന്നും ഉണ്ടായില്ലല്ലോ സൗദാമിനമ്മേ. കഷ്ടം തന്നെ. എന്റെ മോനെ ഒന്നും ചെയ്യാൻ നിനക്ക് പറ്റില്ല ജഗന്നാഥ. സൗദാമിനിയെ ഈ പറയുന്നത്. നിന്റെ ചേട്ടന്റെ അവസ്ഥ തന്നെ ആയിരിക്കും നിനക്കും. കാണാം, നമുക്ക് കാണാം. ഹലോ, കുട്ടി. എന്താ ആ 10 രൂപ. നിങ്ങളിത് എനിക്ക് വെറുതെ തരുന്ന പൈസയല്ലേ? എന്റെ പൈസ എന്തായാലും കാണാതെ പോയി. ഈ വെറുതെ തരുന്ന പൈസ എനിക്ക് ആവശ്യമില്ല. ഏയ്, അങ്ങനെയൊന്നും കരുതണ്ട. അന്ന് ഞാൻ കാരണമല്ലേ ആ പൈസ പോയത്. എന്നാ ഇത് പിടിക്കും. അല്ലല്ലല്ലേ എടി കൊച്ച, നിന്നെ പഠിക്കാൻ വിടുന്നതാണോ അതോ കണ്ടവന്മാരോട് കറങ്ങാൻ വിടുന്നതാണോ? അങ്ങോട്ട് ചോദിക്കളിയാ. കണ്ണി കണ്ടവന്മാരോട് കറങ്ങി നടക്കാൻ അറിയാം. അപ്പൊ തന്തക്കേ പോലെ എനിക്ക് കെട്ടിച്ചേരാണോ പറ്റാത്തത്? എന്താ പ്രശ്നം? നിങ്ങളൊക്കെ ആരാ? അതുപോലെ നീ ആരാടാ? വേണ്ട വേണ്ട വേണ്ട, ഇറങ്ങ. ഏതെങ്കിലും കാശുകാരെ വളർത്തിയെടുക്കാനേ ഇവിടെ അച്ഛൻ വിട്ടേക്കുമായിരിക്കും. തന്നോട് പറഞ്ഞാറേ എന്റെ പഠിച്ച പൈസ കയറാൻ. വേറെ വല്ലവരെ കെട്ടി ജയിക്കാൻ നിനക്കുള്ള വിചാരം ഉണ്ടല്ലേ? നടക്കത്തില്ല. ആ പുതിയ മാറ്റി വെച്ചാലേ വേറെയാ. എന്താ പ്രശ്നം? അതെന്റെ മാമനാ. കൂടെ ഉള്ളത് മാമന്റെ അളിയനാ. അല്ല, അവരെന്തിനാ തന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചത്? സോറി, മാമൻ ഇങ്ങനെയൊന്നും പറയുന്നൊട്ടും പ്രതീക്ഷയില്ല. അച്ഛൻ പൈസ വാങ്ങിയിട്ടുണ്ടായിരുന്നു പലിശയ്ക്ക് മാമന്റെ അടുത്തുനിന്ന്. അത് കൊടുക്കാൻ പറ്റിയില്ല. അതാ മാമൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് പോയത്. അത്രേ ഉള്ളോ? ഇത് താൻ വിഷമിക്കണ്ട. പൈസ ഞാൻ കൊടുക്കാം. തനിക്ക് ജോലി കിട്ടുമ്പോൾ അതെനിക്ക് തിരിച്ചു തന്നാൽ മതി. ഇത്രയേറെ വിഷമിക്കേണ്ട കാര്യം ഇതിനകത്ത്. അതൊന്നും വേണ്ട, ഞാൻ പോവാം. ഡോ, തന്റെ പേരെന്ന് പറഞ്ഞിട്ട് കൊടു. ഗായത്രി.
ഹലോ ഹലോ സാർ, പറയേ. കുറച്ച് ദിവസങ്ങളായി ഞാൻ അയാളെ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു പെൺകുട്ടിയായിട്ട് ഡെയിലി സംസാരിക്കുന്നുണ്ട്. പെൺകുട്ടിയോ? അതെ സാർ, എന്നും കണ്ട് സംസാരിക്കുന്നുണ്ട്. കാമുകയാണെന്ന് തോന്നുന്നു. എന്റെ ചേട്ടനെ കൊന്നിട്ട് കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാനായിരിക്കും അവന്റെയൊക്കെ പ്ലാൻ. എന്തായാലും നീ അവനെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. കൂടെയുള്ള ആ പെൺകുട്ടി ഏതാണെന്നും ഒന്ന് അറിഞ്ഞു വെക്കേ കേട്ടാ. ഓക്കേടാ? ഓക്കെ സാർ, കണ്ടുപിടിക്കും. നീ എന്ന് വന്ന്? ഞാൻ ഇന്നലെ വന്ന്. എങ്ങനെ ഉണ്ടായിരുന്നു കല്യാണമൊക്കെ? പക്കാ പോരും. നിനക്കറിയാലോ എനിക്ക് അവരെ ഇഷ്ടമൊന്നും അല്ലെന്നുള്ള കാര്യം. പിന്നെ ബന്ധുക്കളായോണ്ട്. ശരിയടി, എന്നാ നാളെ കാണാം. ശരിയടി, നാളെ കോളേജിൽ പോകുമ്പോൾ കാണാം. ശരിയാണ്. ശരിയാണ്. ഇന്ന് കൊറേ വണ്ടികൾ പൂജിക്കാനുണ്ടായിരുന്നു. അതുകൊണ്ടാവും കൊറേ ആളുകളും അവരുടെ ബന്ധുക്കളും എല്ലാവരും കൂടിയിട്ടൊന്ന് അമ്പലത്തില്. പിന്നെ ഇന്ന് ചൊവ്വാഴ്ച അല്ലേ, ചൊവ്വാഴ്ചയുടെ ഒരു പ്രത്യേകത കൂടി ഉണ്ടാവും. ചേട്ടൻ ഇവിടെ നിൽക്കി, ഞങ്ങൾ കടയിൽ വരെ കയറിയിട്ട് വരട്ടെ. എന്നാ ചെല്ലുന്ന കടയിൽ പോയിട്ട് എന്താ വേണ്ടേ? ഈ ലിസ്റ്റിലുള്ള സാധനം തരണേ. ഞാനൊരു 1.5 മണിക്കൂർ കൂടി വരും, പിടിക്കൂട്ടോ. ഞാൻ അമ്പലത്തിലായിരുന്നേ. അമ്പലത്തിലാണെന്നുണ്ടെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു. ആ ശരി ശരി, ഞാനൊരു 1.5 മണിക്കൂറുള്ളൂ, മാക്സിമം 1.5 മണിക്കൂറിൽ വരാട്ടോ. ഓക്കെ. ആ ഇവരെ കാണാനല്ലോ. ഇവരാ കട മൊത്തം വാങ്ങാൻ പോയതാണോ? പറ്റില് കുറിച്ചിട്ടേരെ. കുറിച്ചിട്ടേക്കാം. അയ്യോ, ചേട്ടാ അങ്ങനെ പറ്റുമോ? പറ്റുമോ? എന്നേക്ക് നമുക്ക് ഹോസ്പിറ്റലിൽ പോവാ. കുഴപ്പമൊന്നുമില്ലല്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് വീട്ടിലേക്ക് പോകാം. ഓക്കെ അല്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഹോസ്പിറ്റലിൽ പോവാ. നമുക്ക് വീട്ടിലേക്ക് പോകാം. ഫോട്ടോ വിളിക്കാം. വേണ്ട, നമുക്ക് പോകാം. വേണ്ട. ഞാൻ കൊണ്ടുവിടാം, താഴെ കൊണ്ടുവിടും. ഇവിടെ അടുത്താണ് വീട്. ഈ കാലത്ത് മോൻ വണ്ടി നിർത്തി ഇത്രയെങ്കിലൊക്കെ ചോദിച്ചല്ലോ, എനിക്ക് സന്തോഷായി. ഞങ്ങളുടെ വീട് ഇവിടെ അടുത്താണ്, ഞങ്ങള് പോയിക്കോളാം. എന്റെ ഒരു സമാധാനത്തിന് ഞാൻ കൊണ്ടുവിടാം. സോറി. ശരി, വാ. ഇതാ സാറേ ഞങ്ങളുടെ വീട്. ചെറിയ വീടാ, വലിയ സൗകര്യങ്ങളൊന്നും ഇല്ല. അതിലൊന്നും ഒരു കുഴപ്പമില്ല. ശരിയെന്നാ ഞാൻ പോവാ, മീറ്റിംഗ് ഉണ്ട്. ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിച്ചില്ല. അതൊന്നും കുഴപ്പമില്ല, പിന്നെ ഒരു ദിവസം ആകാലോ. എന്നാ ശരി. അങ്കിള്, അങ്കിള് ആരുമില്ല ഇവിടെ? ഇപ്പൊ എങ്ങനെയുണ്ട്? സാറേ കുടിക്കാൻ വല്ലതും എടുക്കട്ടെ? ഏയ്
നോ ടൈം. നീ അത് ചോദിക്കാതെ ഇരിക്കുക. ഇതങ്ങ് വെച്ചോ. അയ്യോ എന്തിനായിരുന്നു സാറേ ഇതൊക്കെ? അതൊന്നും കുഴപ്പമൊന്നുമില്ല. അങ്കിൾ ഓക്കെ അല്ലേ? അന്ന് ഞാൻ വീട്ടിൽ കയറാതെ പോയത് എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. സോറി അങ്കിൾ. അത് കുഴപ്പമില്ല സാറേ. ഇന്നത്തെ കാലത്ത് വണ്ടിയൊക്കെ തട്ടി കഴിഞ്ഞാൽ തിരിഞ്ഞു പോലും നോക്കില്ല. അങ്ങനെയുള്ള സമയത്ത് സാറ് എന്നെ കാണാൻ വന്നല്ലോ, അത് തന്നെ ഭയങ്കര കാര്യമാണ്. ഇതൊന്നും വേണ്ടായിരുന്നു. നമ്മളിതുവരെ ഒന്നും പരിചയപ്പെട്ടില്ലല്ലോ. ഞാൻ രാഹുൽ, PT ഇലക്ട്രിക്കൽസിന്റെ MD. എന്റെ പേര് ഗംഗാധരൻ, ഇവിടെ കൂലിപ്പണിയാണ്. ഇതെന്റെ ഭാര്യ സുവർണ. ചെറുതായിട്ട് തൈക്കലൊക്കെ ഉണ്ട്. അത് മകൾ ഗായത്രി, ഡിഗ്രിക്കാണ് പഠിക്കുന്നത്. അയ്യോ എന്നാ ശരി, എനിക്ക് പോകാൻ സമയമായി. പിന്നെ ഒരു ദിവസം വരാം. എന്നാ ശരി സാറേ. ഞങ്ങളെ സാറേ ഒന്നും വിളിക്കണ്ട, എന്നെ രാഹുലിനെ വിളിച്ചാൽ മതി. നിങ്ങളുടെ ക്യാരക്ടറെല്ലാം എനിക്ക് ഇഷ്ടമായി. ഈ കൊച്ചു വീട്ടിലും ഇത്രയും സന്തോഷമായിട്ടിരിക്കുന്നില്ല. തീർച്ചയായിട്ടും ഞാൻ വരും. സ്വർണ്ണമ്മേ, ഗായത്രി എന്തേ? അവൾ കടയിൽ വരെ പോയി മോളെ. എന്താ? എനിക്ക് കടയിൽ വരെ പോണമായിരുന്നമ്മേ, അവളെ വിളിക്കാൻ വന്നതാ. അതിനെന്താ, ഞാൻ അവളോട് പറയാ. അല്ല മോള് വല്ലതും കഴിച്ചായിരുന്നോ? ആ കഴിച്ചു സ്വർണ്ണമ്മേ, അവളോട് പറഞ്ഞേക്കണേ. ആ ശരി മോളെ. ഡാളിയ ഇന്റെ ഒക്കെ ഇടുകയോ അടിയും വിട്ടുമായിട്ട് നടക്കുന്നത് എന്താ? പെണ്ണ് കൊണ്ട് കള്ളുകൊണ്ട്. നിനക്ക് വേണ്ടെന്ന് തോന്നിയാലേ എനിക്ക് എന്നൊക്കെ കുറച്ച് ആണെങ്കിൽ ഞാൻ കൊണ്ട് നടക്കുന്നത്. നായേ ചെറ്റത്തരം പറയുന്നോടാ. അടി ഇടിയായിട്ട് നടക്കുന്നെങ്കിലും എനിക്ക് അവളെന്ന് പറയുന്നിടത്ത് ജീവനാ. അതൊന്നും പറയാൻ നിനക്ക് മനസ്സിലാവില്ല. എടാ അളിയ സോറി ഞാൻ വെറുതെ പറഞ്ഞു. വീട് എടി ഒരുപാട് ലേറ്റ് ആവോ? ഇല്ലടാ, നമുക്ക് പെട്ടെന്ന് പോവാം. ഞാൻ ഇവിടെ നിൽക്കാം, നീ പോയി കണ്ട് സംസാരിച്ചിട്ട് വാ. എടി നീ കൂടെ വാ, നീ ഇതുവരെ അവനെ കണ്ടിട്ടില്ലല്ലോ. വേണ്ടടാ, പിന്നെ ഒരിക്കലാവാം. ഇപ്പൊ നീ പോയി കണ്ട് സംസാരിച്ചിട്ട് വാ. ശരിയടി. എടാ അളിയ സോറി ഞാൻ വെറുതെ പറഞ്ഞു. വീട് അളിയ ചാരി വരുന്നതാ. നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ അങ്ങോട്ട് മാറിയിരിക്കുക. ഒന്ന് മനസ്സിൽ വെച്ചേക്കല്ലേ. എന്താ മോനെ ഇത്ര ഗൗരവം? ഏയ് ഒന്നുമില്ല. ചാരു, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ആ ചോദിക്ക്. ചാരു, നീ എന്നെ ഇട്ടിട്ട് പോവും? ഇപ്പൊ എന്താ ഇങ്ങനൊരു ചോദ്യം? ഒരു പേടി. നീ പോയാ പിന്നെ എനിക്ക് പറ്റത്തില്ല, അറിയാലോ. എന്നെ കുറിച്ച് ആരേലും എന്തെങ്കിലും ഒക്കെ നിന്നോട് പറഞ്ഞ നീ അത് വിശ്വസിച്ചാലോ? ഞാനവിടെ പോവാനാ? അല്ല, നിന്നെ പറ്റി ആരെന്ത് പറയാനാ? ഞാൻ ചുമ്മാ ചോദിച്ച, നീ വാ. അല്ല താനെന്താ ഇവിടെ?
എന്താ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്? ഞാൻ എന്റെ ഫ്രണ്ടിന്റെ കൂടെ വന്നത്. അല്ല സാർ എന്താ ഇവിടെ? പ്രത്യേകിച്ചൊന്നുമില്ല, തന്നെ കണ്ടപ്പോ വണ്ടി എടുത്ത് ഇറങ്ങിയത്. എന്താന്ന് അന്വേഷിച്ചു. എന്നിട്ട് എന്റെ ഫ്രണ്ട് എന്ത് ചെയ്യും? അവളിതേ അങ്ങോട്ടേക്ക് പോയി. എന്തായാലും താരോട് ഒറ്റയ്ക്ക് ഇരിക്കുമല്ലേ, അപ്പൊ നടന്നിട്ട്